എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായിട്ട് നമസ്കാരം. നമ്മളുടെ എല്ലാവർക്കും ഓരോരോ റെസൊല്യൂഷൻസ് ഉണ്ടാവില്ലേ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ. അപ്പോൾ എൻ്റെ ഒരു റെസൊല്യൂഷനാണ് നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഓക്കെ, നല്ല രീതിയിൽ ആൾക്കാരോട് സംസാരിക്കുക. നല്ല ആ രീതിയിലുള്ള ഒരു റെസൊല്യൂഷനാണ് ഞാൻ ഈ വർഷം എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഞാൻ സംസാരിക്കാൻ പോകുന്നിട്ടുള്ള വിഷയം സമയമാണ്. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അമൂല്യമായിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രധാന ഘടകമാണ് സമയം. സമയത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. ഒരു ഓട്ടമായിരിക്കും ലൈഫ്. അപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് എല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണമല്ലോ. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് നമ്മുടെ ന്യൂ ഇയർ ഡേ എന്നെ ഉപയോഗപ്പെടുത്താം. അടുത്ത 2025 നമുക്കിനി 365 ദിവസങ്ങളിൽ എത്ര ദിവസം? 3 ദിവസം നമ്മൾ ഓൾറെഡി കൺസ്യൂം ചെയ്തു. ഇനി 362 ദിവസങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കും ഈ വർഷം കഴിഞ്ഞ വർഷം പോയി ഈ വർഷമെങ്കിലും നല്ല രീതിയിലാവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം നമ്മളെല്ലാവരും. പക്ഷേ ഒന്ന് വെച്ചാൽ ബൈ ഡീഫോൾട്ടായിട്ട് അങ്ങനെ ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ ചിലവർക്കൊക്കെ ലോട്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, വളരെ ഭാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ മാക്സിമം ഒരു 99% പേർക്കും നമ്മളുടെ സെൽഫ് എഫേർട്ട് ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ അടുത്ത 365 ദിവസം, അടുത്ത ന്യൂ ഇയർ ഉണ്ടാകുമ്പോൾ 26 വരുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ള അത് കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതായത് എനിക്ക് എവിടെ പോകണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ കാഞ്ഞങ്ങാടേക്കാണ് എനിക്ക് പോകണമെന്നായിരിക്കും. നീലേശ്വരത്ത് നിന്ന് കാഞ്ഞങ്ങാടേക്ക് പോകേണ്ട ഞാൻ ഇപ്പം ചെറുതുരേക്കുള്ള ഒരു ബസ്സിലാണ് കയറുന്നതെങ്കിൽ ഞാൻ കാഞ്ഞങ്ങാട് എത്താൻ വീണ്ടും വൈകിക്കൊണ്ടിരിക്കും അല്ലേ. അവിടെ പോയിട്ട് വീണ്ടും മനസ്സിലാക്കണം ഞാൻ കാഞ്ഞങ്ങാടേക്ക് പോകേണ്ട മനുഷ്യനാണ്. പക്ഷെ അതിന് പകരം ഞാനിപ്പം ഇവിടെ നിന്ന് തന്നെ എനിക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ, കാഞ്ഞങ്ങാട് പോകണം, അവിടെ പോയിട്ട് ആ സാധനം വാങ്ങിയിട്ട് തിരിച്ചിട്ട് 11 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധവും സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അവബോധമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഈസി ആയിരിക്കും, ലൈഫിലെല്ലാം ഈസി ആയിരിക്കും. അപ്പോൾ ഡിസിഷൻസ് ഉണ്ടാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും നല്ല ഫോർ എക്സാമ്പിൾ ഒരു ലോങ് ടേം ഡിസിഷൻ നമ്മുടെ ജീവിതത്തിന് തന്നെ മറിക്കില്ലേ. ഏതെങ്കിലും വിദ്യാഭ്യാസത്തിനായിട്ടുള്ള ഡിസിഷൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യാനുള്ള ഡിസിഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള അവലോകനം ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൽ പോരായ്മകളുണ്ടോ ഇല്ലയോ എന്ന രീതിയിലുള്ള പഠനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും റിപ്പീറ്റേഷൻ വളരെ കുറക്കാം. അല്ലെങ്കിൽ ഞാനിത് ചെയ്ത ശേഷമാണ് റിയലൈസ് ചെയ്യുന്നത്, അയ്യോ ഭഗവാനെ കൊളായിപ്പോയല്ലോ, വീണ്ടും തിരിച്ചു വരണം നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും പോകേണ്ട രീതിയിൽ. ഇപ്പോൾ നമ്മൾ കുറേ ബാക്കായിട്ടുണ്ടാവും. നമ്മൾ കമ്പാരിസന് വിധേയനാവും. എൻ്റെ കൂടിയുള്ള ചങ്ങാതി ഓൾറെഡി അവിടെ എത്തി, ഞാനിപ്പോഴും ഇവിടെ ഉണ്ടെന്ന രീതിയിലൊക്കെ. അപ്പോൾ സമയം ഇമ്പോർട്ടൻ്റ് ആണ്. സമയത്തിന് നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെറിയ കുഞ്ഞു പ്ലാൻസ് നമ്മുടെ ലൈഫിൽ, ഫോർ എക്സാമ്പിൾ ഒക്ടോബർ മാസം എനിക്കിത് നല്ലൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, ഈ വരുന്ന മാസങ്ങളിൽ അടുത്ത 5 മാസത്തിൽ നല്ലോണം പഠിക്കുക, ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്യുക, ആ രീതിയിലുള്ള ചെറിയ കുട്ടി പ്ലാൻസ് ഇത് നമ്മളുടെ ജീവിതത്തിന് മാറ്റമറിയിക്കും. അപ്പോൾ നല്ല രീതിയിൽ സമയത്തെ കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസിനെ മനസ്സിലാക്കിയിട്ട് നല്ല കാര്യങ്ങൾക്കായിട്ട് നമ്മളുടെ സമയത്തെ വിനിയോഗിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിന് ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാം. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നില്ല ഏതൊക്കെ ഡിസ്ട്രാക്ഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഡിസ്ട്രാക്ഷൻസിനൊക്കെ ഒഴിവാക്കിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭവർഷം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ എവരിവൺ. താങ്ക് യു.